പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത്. നിയന്ത്രണങ്ങളോടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് പട്ടാമ്പി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കയറും വീപ്പയും കൊണ്ട് താൽക്കാലിക കൈവരി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. നിബന്ധനകൾ പ്രകാരമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നവർക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്നവർക്ക് ആലോചിക്കും. അപ്പൊ ഇപ്പൊ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും ഇതുപോലെ ക്ലിയർ ചെയ്യും. ടൗണിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ ഉൾപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമേ പാലത്തിലൂടെ കടത്തിവിടൂ. ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തേണ്ടതാണെന്നും അതിനായി ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പാലത്തിന്റെ ഇരുവശങ്ങളിലും നിയോഗിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കനത്ത മഴയിൽ പട്ടാമ്പി പാലം പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോഴും പാലത്തിന്റെ കൈവരികൾ ഒഴുകിപ്പോയതിനാൽ വാഹന ഗതാഗതം നിർത്തലാക്കിയിരുന്നു. കാൽനടയാത്രയ്ക്ക് തുറന്ന് 6 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വാഹനയാത്ര അനുവദിച്ചത്. പാലത്തിലൂടെ വാഹന ഗതാഗതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. അതേസമയം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.